ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഗ്രീൻ പീസ് കറി തയ്യാറാക്കിയാലോ. എരിവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. പച്ചമുളക് മാത്രം ചേർക്കാം കേട്ടോ, മുളക് പൊടി ചേർക്കരുത്. അപ്പോൾ ക്യാരറ്റ് ഒരുപാട് ചേർക്കാതെ ചെറിയ അളവിൽ ചേർത്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പൊട്ടറ്റോ ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ്, ഈ വലിപ്പത്തിൽ 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവോള, മീഡിയം വലിപ്പമുള്ള 2 സവോള എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിന് എത്ര പച്ചമുളക് ആവശ്യമുണ്ടോ അത്രയും പച്ചമുളക് എടുക്കുക. ഒരു 150 ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഗ്രീൻ പീസും ക്യാരറ്റും ചേർത്താണ് ഞാൻ വേവിക്കാൻ പോകുന്നത്. ഗ്രീൻ പീസ് 8 മണിക്കൂർ സോക്ക് ചെയ്ത് എടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും കൂടി കട്ട് ചെയ്ത് ചേർക്കാം. ക്യാരറ്റ് ഞാൻ റൗണ്ടിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒരുപാട് ക്യാരറ്റ് വേണ്ട കേട്ടോ നമുക്ക് ഈ റെസിപ്പിക്ക്. ഒരു ക്യാരറ്റ് മതി. നിങ്ങൾക്ക് കൂടുതൽ ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, പക്ഷെ കൂടുതൽ ക്യാരറ്റ് ചേർത്ത് കഴിയുമ്പോൾ ആ ഒരു മധുരം വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്യാരറ്റ് മാത്രം ചേർത്താൽ മതി എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസിനും ക്യാരറ്റിനും ആവശ്യമായ ഉപ്പ്, ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടണം, ഉടഞ്ഞു പോകണ്ട ഒരുപാട്. ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രീൻ പീസും ക്യാരറ്റും കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ വേറെ പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കടുകും ഒന്ന് കുക്കായി കഴിയുമ്പോൾ ഞാൻ സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലൈസ് ചെയ്തിട്ടൊന്ന് കുറുകെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ അത്യാവശ്യം സവോള ചേർക്കണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവോളയുടെ ആ ഒരു ചെറിയ മധുരം വേണം നമുക്ക് ഈ ഒരു കറിക്ക്. ക്യാരറ്റിൻ്റെ ആ ഒരു മധുരത്തേക്കാൾ സവോളയുടെ മധുരമാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ സവോള ഇനി ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവോള ഒന്ന് കുക്കായി വരട്ടെ. ബ്രൗൺ കളറൊന്നും ആയി പോകണ്ട, സവോള ഒന്ന് ട്രാൻസ്പെറൻ്റായി കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, വളരെ ചെറിയ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ സവോളയുടെ കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ, അപ്പോഴേ നമ്മുടെ കറിക്കൊക്കെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ആ കറിവേപ്പിലയുടെ ടേസ്റ്റും അതുപോലെ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരണം. കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ സവോളയിലേക്കൊക്കെ ഒന്ന് പിടിച്ചും വരണം. 1 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ സവോളയിലേക്ക് മിക്സ് ആയി വന്നോളും. അത്യാവശ്യം കുറച്ച് എണ്ണയൊക്കെ വേണം കേട്ടോ, അപ്പോഴേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടഞ്ഞു പോകണ്ട, നമുക്കൊന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞു പോകണം എന്നില്ല, എല്ലാ പീസുകളും ഉടഞ്ഞു പോകണ്ട. നമ്മളൊന്ന് ഇളക്കി ഉടച്ചു വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇതിൽ ഗ്രേവിക്ക് കൊഴുപ്പ് കൂട്ടുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് കൂടി വന്നോളും. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഉപ്പ് ചെക്ക് ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ ഉരുളക്കിഴങ്ങിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ പീസിൽ ആഡ് ചെയ്തിട്ടുണ്ട്, സവോളയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് ലാസ്റ്റേ ചെക്ക് ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ ഗ്രീൻ പീസിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ, വേവിച്ച് വരുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറിയിലേക്ക് തിളപ്പിച്ച വെള്ളം തന്നെ ചേർക്കണം. പച്ചവെള്ളം ചേർക്കരുത്, കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങും ചേർന്ന് മിക്സ് ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ക്യാരറ്റും ചേർന്ന മിക്സ് ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഗ്രീൻ പീസ് അല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടുമില്ല, ക്യാരറ്റ് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രം ചേർത്തിട്ട് ഗ്രേവി കൂട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആവശ്യമാണെങ്കിൽ ചേർക്കേണ്ട കാര്യം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ക്യാരറ്റ് വല്ലാതെ ഉടഞ്ഞു പോകണ്ട. നമ്മൾ ഗ്രീൻ പീസും ക്യാരറ്റും ഒന്നും ഉടച്ചെടുക്കണ്ട, ഉരുളക്കിഴങ്ങ് മാത്രം ഉടച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയില ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. വേണമെങ്കിൽ ചേർക്കാം എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മുടെ കറി ഒന്ന് 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേറെ മുളക് പൊടിയോ അതുപോലെ തന്നെ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കരുത്, പച്ചമുളക് മാത്രം ചേർക്കുക. സ്പ്ലിറ്റ് ചെയ്തോ ചെരിച്ച് കട്ട് ചെയ്തിട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ കറി 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ പീസ് പൊട്ടറ്റോ കറിയുടെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറന്നുപോയില്ലല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.